രത്തൻ കേൽക്കറിനെ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ വി.ഡി. സതീശന്റെ ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമിക്കുന്ന സമയത്ത് നമ്മൾ ഓർത്തെടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷന്റെ സമയത്ത് എങ്ങനെയാണ് വി.ഡി. സതീശന് കൃത്യമായിട്ട് സീറ്റുകളുടെ എണ്ണവും എത്ര പേര് തോൽക്കുമെന്നും ഇടതുപക്ഷത്തിന് എത്രയും വലിയ തോൽവിയാണ് ഉണ്ടാകുന്നതെന്നും ബി.ജെ.പിക്ക് എത്ര സീറ്റ് കിട്ടുമെന്നും ഒക്കെ പ്രവചിക്കാൻ സാധിച്ചെന്നുള്ളൊരു കാര്യം ഞാൻ നമ്മുടെ മുൻപുള്ള വീഡിയോ ചോദിച്ചിട്ടുണ്ട്. മുൻപുള്ള വീഡിയോ കണ്ടവർക്ക് അറിയാം. അപ്പോൾ ആ ഒരു കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഈ ഒരു കാര്യം ഇപ്പൊ ഇങ്ങനെ ഒരു നിയമനം വരുന്ന സമയത്ത് നമ്മളൊന്ന് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അതിലെന്തൊക്കെയോ ഇങ്ങനെ ഒരു തിരിമറികൾ അല്ലെങ്കിൽ എന്തൊക്കെയോ ഇങ്ങനെ പുകഞ്ഞു നാറുന്നുണ്ട്. അതായത് ഈ നാട്ടിൽ ഇവിടെ ആര് ജയിക്കണം എന്നുള്ളൊരു മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പ്രവചനം വി.ഡി. സതീശൻ നടത്തുന്നതിന് മുൻപ് തന്നെ അവർ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. 100 സീറ്റുകൾക്ക് മുകളിൽ UDF വിജയിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ 100 സീറ്റുകൾക്ക് മുകളിൽ വിജയിച്ചു അല്ലേ? അതേപോലെ തന്നെ ഈ 3 സീറ്റുകൾ ബി.ജെ.പിക്ക് കിട്ടുമെന്ന് പറഞ്ഞു. ആ 3 സീറ്റുകൾ തന്നെ കിട്ടിയില്ലേ? കൃത്യമായിട്ട് എത്ര മന്ത്രിമാർ തോൽക്കുമെന്ന് പറഞ്ഞു. എത്ര മന്ത്രിമാർ തോറ്റു? അതെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ വി.ഡി. സതീശന് പറയാനായിട്ട് സാധിച്ചു. അപ്പൊ അന്ന് തന്നെ കേരളത്തിൽ ഒട്ടുമിക്ക ആളുകൾക്കും ഇത് ചിന്തിക്കാനായിട്ട് കഴിവുള്ള ആളുകൾക്കൊക്കെ നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു എന്താണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളത്. എന്നാൽ അന്തം കമ്മിയും അന്തം